ഇൻഫ്ലേഷൻ കൂടുന്ന കാലത്ത്, അതായത് ഫ്യൂവൽ പ്രൈസിൻ്റെ റേറ്റ് കൂടുമ്പോൾ സാധാരണയായി ഇൻഫ്ലേഷനാണ് വരിക. അത് കൂടുന്ന കാലത്ത് നമുക്ക് ഡിഫെൻസീവ് സ്റ്റോക്സ് ആയിട്ട് എടുക്കാവുന്നത് IT, ഫാർമ പോലെയുള്ള സ്റ്റോക്കുകളാണ്. കാരണം അതിനകത്ത് എക്സ്പോർട്ടിൽ ഡോളറാണ് വരിക. അതായത് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനികളാണ് അതിനകത്ത് പോസിറ്റീവായിട്ട് അവർക്ക് റെമിറ്റൻസ് കിട്ടാൻ സാധ്യത. അപ്പോൾ ഇതിനകത്ത് IT സെക്ടർ എടുക്കുകയാണെങ്കിൽ ഇതുവരെ IT സെക്ടർ ഡൗൺ ആയിരുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ അത് പലതും നല്ല വാല്യുവേഷനിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വരുന്ന ക്വാർട്ടർലി റിപ്പോർട്ടിൻ്റെ ഒരു ഫ്ലോ വെച്ച് നോക്കുകയാണെങ്കിൽ AI ഒരു പേടി മുഴുവനായും IT സെക്ടറിനെ ബാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം IT സെക്ടറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ AIയോടൊത്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് IT സെക്ടർ കംപ്ലീറ്റ് ക്രാഷിലേക്കോ അല്ലെങ്കിൽ ഒബ്സൊലീറ്റ് ആവുന്ന ഒരു സ്ഥിതിവിശേഷമല്ല എന്നാണ് മനസ്സിലാകുന്നത്. റിസ്കിയാണ് എന്നാണെങ്കിലും ഈ ലൈനിൽ ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ IT ഫാർമയൊക്കെ പതുക്കെ ഇൻഫ്ലേഷനുള്ള അടുത്തോളം കാലം കയറാനാണ് സാധ്യത. ഇതൊരു ഇൻപുട്ടായിട്ട് സ്റ്റോക്ക് സെലക്ഷനകത്ത് ഉപയോഗിക്കാമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊരു SEBI രജിസ്റ്റേർഡ് ഇൻവെസ്റ്ററുടെ അഡ്വൈസ് എടുക്കണം. കാരണം ഇതൊക്കെ റിസ്കി ടൈമാണ്, റിസ്കി ഡിസിഷൻസാണ്, തെറ്റാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ റേറ്റ് കൂടിയില്ലെങ്കിൽ ഇതേമാതിരി തന്നെ സംഭവിക്കണമെന്നില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീക്കെൻഡിൽ ഒരു സ്റ്റോക്ക് പിക്കിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ടുള്ള ഒരു ലെക്ചർ പ്രതീക്ഷിക്കാം. താങ്ക് യു.